എന്നോട് വിദ്യാജി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഷോയ്ക്ക് എന്നോട് തങ്കത്തിങ്കൾ എന്നോട് പാടാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചെവിയിൽ അദ്ദേഹം പറഞ്ഞത്, ഹരീഷ്, മൈ സോങ്സ് ഹാവ് എ ലൈഫ് ഇൻ ഓൾ സ്പീഡ്സ് ബിക്കോസ് ഐ ആം കോൺഫിഡൻറ്റ് അബൌട്ട് ദ മെലഡി ഐ ഹാവ് ക്രിയേറ്റഡ്. ദ മെലഡി ഓഫ് ദ സോങ് ക്യാൻ ലിവ് ഇൻ എനി അറേഞ്ച്മെൻറ്റ്. ഇറ്റ് ക്യാൻ ലിവ്. വാട്ട് യു നീഡ് ടു ലിവ് ഇസ് ദ മെലഡി. ഡോണ്ട് ഡിസ്ട്രോയ് ദ മെലഡി. ഫീൽ ദ മെലഡി ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എനി വേ. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അപ്പോൾ എന്നോട് പറഞ്ഞത്, ടെമ്പോ അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് അല്ല ഹരീഷ് ശ്രദ്ധിക്കേണ്ടത്, ഈ മെലഡിയെ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ആ മെലഡിയെ മനസ്സിലാക്കാനുള്ള ഒരു പഠനമാണ് ഒരു ഗായകൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹരീഷ്, ഇതിനെ ഞാൻ വെറും പാഡ്സ് മാത്രം വായിക്കാം. ലൈവ് ഇത് ഷോയ്ക്കാണ്, അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് എന്നെ പാടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ഞാൻ പാഡ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഞാൻ ഒരു പെർക്കഷനും ഇതിന് ഹരീഷിന് തരില്ല. ലിവ് ദ മെലഡി. അത് പാടിക്കഴിഞ്ഞപ്പോൾ ഒരു 3 സജഷൻസ്. ഇവിടെ ഇങ്ങനെ 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 ചെയ്യും. അദ്ദേഹം എന്നോട് ഒറിജിനൽ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാനല്ല പറഞ്ഞത്, എന്നോട് മെലഡി അനുഭവിക്കാനാണ്. ഇത് ഞാൻ പറയുന്നത് കമ്പോസറിൻ്റെ വാക്കുകളാണ് എന്നോട് പറഞ്ഞത്. അവർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് അവരുടെ മെലഡികളെ പറ്റി. ഒരു കമ്പോസറിന് വളരെ സെക്യൂറാണ് കമ്പോസേഴ്സ്. എൻ്റെ പാട്ടിന് ഈ ഒരു ഒറ്റ റെക്കോർഡിങ്ങിൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് ഒരു കമ്പോസറും വിശ്വസിക്കുന്നില്ല.